ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ പെരുന്നാളിൻ്റെ വ്ളോഗാണ്, ചെറിയ പെരുന്നാളിൻ്റെ വ്ളോഗാണ്. അപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ ഞങ്ങൾ തലേ ദിവസം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ. അപ്പോൾ ചിക്കനും ബീഫും ഒക്കെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാൻ പോകാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസമായിരുന്നു എനിക്ക് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഏകദേശം നേരത്തെ തന്നെ തുടങ്ങി. അപ്പം ഇതാ ഇവരിവിടെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് ഇരിക്കുകയാണ്. കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഇതിന് ഞാനൊരു ഓർഗാനിക് ഹെന്നയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ നെയിൽ കോൺസും നോർമൽ കോൺസും ഉണ്ടായിരുന്നു. അപ്പോൾ മെഹാൻ എന്ന എന്നാണ് അവർ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ നെയിം. അപ്പോൾ അവർ ഹോം ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പിന്നെ ഇതിൻ്റെ 4-5 ഡേയ്സ് ബിഫോറിന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെൻസിൽ ഞാൻ മുന്നേ പുറത്തുനിന്ന് ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു കയ്യിൽ ഇങ്ങനെ സ്റ്റെൻസിൽ വെച്ചിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അവർക്ക് രണ്ടുപേർക്കും. പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ പിന്നെ ഞാൻ പിന്നെ ഇട്ട് കൊടുക്കാമെന്നാണ് കരുതുന്നത്. ഇത് ബി മാർക്കറ്റ് മാത്രമല്ലല്ലോ, ഷോപ്പിംഗ് മോളും ഇല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫിഷ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി വെക്കാൻ പിന്നെ നമ്മുടെ ഐക്കൂറയും അതുപോലെ തന്നെ പിന്നെ കൂന്തളും ആണ് വാങ്ങിക്കുന്നത്. കൂന്തൾ ജസ്റ്റ് വരട്ടി വയ്ക്കാനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് അയലയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സാധാരണ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാൻഡിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കുകയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിതാ വീണ്ടും മൈലാഞ്ചി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും മൈലാഞ്ചിയൊക്കെ കൊടുത്തതിന് ശേഷം അവർ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാനും കുറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടു. അപ്പോൾ രാത്രി ഏകദേശം 12:30 സമയം. അപ്പം കുറച്ച് നേരം ഇനി ഉറങ്ങണം. അപ്പം പിന്നെ 3:30 ആകുമ്പോൾ എണീക്കാനുള്ളതാണ്. രാത്രി 12:30 ആയപ്പോൾ ഉറങ്ങാൻ പോയെങ്കിലും നല്ലോണം ഉറങ്ങാൻ പറ്റിയില്ല. കുറേ തിരിഞ്ഞും മറിഞ്ഞൊക്കെ കിടന്നു. പിന്നെ 2:30 ആയപ്പോൾ ഞാൻ എണീറ്റ് മൈലാഞ്ചിയെല്ലാം പിന്നെ അതിൻ്റെ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം കൂടെ കിടന്നു. പക്ഷേ പിന്നെയും ഉറങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ രാവിലെ 3:30 പിന്നെ അലാം അടിച്ചു, എണീറ്റു. പിന്നെ അതാ മന്തിക്കുള്ള ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അതെ മാരിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ മീനും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. മന്തിക്കുള്ള ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് മസാലയാക്കി വെച്ചിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്, ബിരിയാണിയിലേക്കുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം മസാലയാക്കി ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനുണ്ട്. അപ്പം പിന്നെ രാവിലെ പള്ളി പോകുന്നതിന് മുന്നേ പായസം കുടിച്ചിട്ട് പോകണം. അപ്പോൾ അതിന് പിന്നെ അതിന് ശേഷം എനിക്ക് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വേണം പായസം. അപ്പോൾ അത് ഏകദേശം 4:30 ആയിട്ടുണ്ട് സമയം. പിന്നെ ഇപ്പം സോയനെ അസനൊക്കെ വിളിച്ചുണർത്താനുണ്ട്. അപ്പോൾ ഇതാ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പള്ളി പോകുമ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് ഇടണം. എന്നിട്ട് ഉമ്മി ഡ്യൂട്ടിക്ക് പോകില്ലേ? ഉമ്മി ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അസ തിരിച്ചു വന്നിട്ട് ഉറങ്ങൂലേ? അപ്പോൾ മറ്റേ ഡ്രസ്സ് ഇടാം. ഓക്കെ, ഇത്തന്നെ വിളിക്കുക. ഇത്തന്നെ കുളിക്കുന്നുണ്ട്, വേഗം കുളിക്കാൻ കയറി. സോയ ഏതാ മേഡോ? അങ്ങനെ ഇതാ നമ്മുടെ പായസം തിളച്ച് റെഡിയായി. ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാനും ഞങ്ങൾക്ക് റെഡി ആവാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ 5:45 5:43 പള്ളിയുടെ സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ അസ മൈലാഞ്ചിയൊക്കെ ചുമന്നൊക്കെ കാണിച്ചു തരികയാണ്.
ഇക്ക എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പായസമൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ റെഡിയാവുന്ന സമയം കൊണ്ട് ഇക്ക അതൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ റെഡിയായി ഇതാ പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ തറാവിക്കൊക്കെ പോകുന്ന ആ പള്ളി തന്നെയാണ് ഈദ്ഗാഹിനും പോകാമെന്ന് വെച്ചത്. പള്ളിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. 10 മിനിറ്റ് മുന്നേ തന്നെ പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നിസ്കാരത്തിന് മുന്നേ തന്നെ നമുക്ക് പള്ളിയുടെ അകത്ത് കയറിയിട്ട് സ്ഥലമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ പേരിങ്ങനെ പിന്നെ കുട്ടികൾക്ക് മിഠായിയും അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ പുറത്തിറങ്ങി തിരിച്ച് കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറേ പേര് കുത്തുബ കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുത്തുബ ഫുള്ളായിട്ട് കേട്ടിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ ലേറ്റ് ആവരുതല്ലോ. വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേണം പോകാൻ. അപ്പോൾ ഞങ്ങളിതാ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. എൻ്റെ പായസം കളഞ്ഞു പോകാതിരിക്കാൻ, വണ്ടിയിൽ കുലുങ്ങിയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇക്ക വേറെ വണ്ടിയിൽ വരുന്നുണ്ട്, ഞങ്ങളെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ പോയിട്ട് ഇവരെ പിന്നെ വാപ്പാൻ്റെ ഖബറിൻ്റെ അവിടെയൊക്കെ പോവാം അവർക്ക്. ഏപ്രിൽ 10-ാം തീയതി ഞാൻ ഓഫ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 10-ാം തീയതി ഓഫ് കിട്ടിയില്ല. 9-ാം തീയതിയാണ് ഓഫ് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അത്യാവശ്യം മുസ്ലിം സ്റ്റാഫുമാർ പിന്നെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് ഓഫ് കിട്ടില്ല ആ ദിവസങ്ങളിൽ. അപ്പോൾ പിന്നെ ഞാൻ നോമ്പിന് കുറച്ച് ദിവസം വെക്കേഷൻ ആയിരുന്നല്ലോ ഞാനൊരു 15 ദിവസം ലീവ് എടുത്തായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ പെരുന്നാളിൻ്റെ 2 ദിവസം മുന്നെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്കന്ന് ഓഫ് 10-ാം തീയതി ഓഫ് തന്നില്ല. ആ ഒരു വീക്കിൽ എനിക്ക് 9-ാം തീയതി മാത്രമേ ഓഫ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ 9-ാം തീയതി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10-ാം തീയതി രാത്രിയാണ് നമുക്ക് ഗസ്റ്റ് വരുന്നത്. അപ്പം തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാനൊരു 2:30 ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ ഇതാ പായസമൊക്കെ ആയി നമ്മൾ വാർഡിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ റൗണ്ട്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി ഉള്ള പിന്നെ മുസ്ലിംസ് ആയിട്ടുള്ളതിൽ എനിക്ക് മാത്രമാണ് അന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരൊക്കെ ബാച്ചിലേഴ്സാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ ബ്രേക്കിന് പായസമൊക്കെ കുടിക്കുകയാണ്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് ഞാനിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മന്തിക്കുള്ള ചിക്കൻ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ പുഡിങ്ങിനുള്ള പരിപാടിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സേമിയ കൊണ്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിയുടെ ചിക്കൻ ഏകദേശമായി. പിന്നെ ഇതാ ഇവിടെ കൂന്തൽ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റേ ബദാമും അണ്ടിപ്പരിപ്പില്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ഒരു 25 പേര് ഉണ്ട്, ഗസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 കിലോ ബിരിയാണി 2 കിലോ മന്തിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിക്ക് പിന്നെ കൂന്തൽ റോസ്റ്റ് ഉണ്ട്, അതുപോലെ പിന്നെ ബീഫ് റോസ്റ്റും ഉണ്ട്. നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്ര വേണ്ടിക്കാ, അത്ര അരി ഇല്ലേനി. അപ്പോൾ ഈ ഇടുന്നത് പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ ആണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയർ. അപ്പോൾ ഫസ്റ്റ് ലെയർ ഒരു പിന്നെ സേമിയയുടെ മിക്സാണ് വരുന്നത്. സെക്കൻഡ് ലെയർ ആയിട്ട് വരുന്നത് കസ്റ്റാർഡിൻ്റെ ഒരു മിക്സാണ്. തേർഡ് ലെയറായിട്ട് നമ്മൾ സേമിയയുടെ ബാക്കിയുള്ള മിക്സ് തന്നെയാണ് ഇടുന്നത്. അടുത്തത് പിന്നെയും മറ്റേ ആ ഒരു മിക്സും അതേപോലെ ഫ്രഷ് ക്രീമും കൂടെയാണ് ഇടുന്നത്. അപ്പം പുഡിങ് റെഡി ആയിട്ടുണ്ട്. അതും ഫ്രിഡ്ജിനകത്ത് വെച്ചു.
അപ്പോൾ ഏകദേശം ഞങ്ങളുടെ കുക്കിങ്ങൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി ബിരിയാണിയും കൂടെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പം രാത്രി ഏകദേശം 6 മണി ആയിട്ടുണ്ട് സമയം. അപ്പം ഒരു 7-8 മണി ആകുമ്പോഴെങ്കിലും നമ്മളെ കുക്കിംഗ് എല്ലാം തീർക്കണം. ഗസ്റ്റൊക്കെ വന്ന് തുടങ്ങും അപ്പോഴേക്കും. അപ്പോൾ എൻ്റെ ഹെൽപ്പറാണ് എനിക്ക് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് തരുന്നത്. ഇപ്പോൾ പാത്രങ്ങളൊക്കെ ആവുന്ന വഴിക്ക് കഴുകുന്നുണ്ട്. അതുപോലെ എല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കുന്നതും ചോറ് ഊറ്റുന്നതും ഒക്കെ പിന്നെ എൻ്റെ ഹെൽപ്പർ ആൻഡ് ലൈഫ് പാർട്ട്ണറാണ്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ, ഒറ്റയ്ക്ക് ഇത്രയും ആൾക്കാർക്ക് കുക്ക് ചെയ്യാനൊന്നും എനിക്ക് കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇങ്ങനെ ഒരാളില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷെ ഇങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതാ നമ്മളെ ഗസ്റ്റൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവരും വന്നു തുടങ്ങി. അപ്പോൾ മക്കളൊക്കെ അവിടെ നല്ല കളിയിലാണ്. ബേബി അപ്പോൾ നമ്മൾ പാർട്ടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. വന്നവരൊക്കെ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചതാ എല്ലാവരും തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതാ പിറ്റേ ദിവസം നമ്മൾ ഗസ്റ്റൊക്കെ കൊണ്ടുവന്ന സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നല്ല ഹാപ്പിയായി സ്വീറ്റ്സും ചോക്ലേറ്റൊക്കെ കഴിച്ചു. താങ്ക് യു സോ മച്ച് എവരി വൺ. അപ്പോൾ അതിനുശേഷം നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ബോളിവുഡിൽ വന്നതാണ്. ഞങ്ങൾ സൽമിയയിൽ തന്നെ ഉള്ളൊരു പാർക്കാണിത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഓർത്തിട്ട് വന്നതാണ്. അപ്പം ഏകദേശം വൈകുന്നേരമാണ് സമയം. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നല്ല കുറേ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോളിവുഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ ആൾക്കാരും നമ്മളെ പോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ എക്സസൈസ് ചെയ്യാൻ വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നടക്കുന്നവരൊക്കെ ഈ സാൽമിയ ഏരിയയിൽ പിന്നെ നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു പാർക്കാണിത്. അപ്പോൾ നല്ല രസമുള്ള വഴികളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ലൊരു ആംബിയൻസാണ്, നല്ല പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു പാർക്ക് കാണാൻ വേണ്ടിയിട്ട്. അവിടെ കുറച്ച് നേരം ടൈമെല്ലാം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിപ്പം വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് അബു ഹസാനിയ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ പിന്നെ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ പെരുന്നാളിൻ്റെ 3 ദിവസം ഈവനിങ്ങിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലമൊക്കെ തപ്പി അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു പിന്നെ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ഏരിയയാണ്, റെസ്റ്റോറൻ്റാണ് ഈ മോളിനകത്ത് നിറയെ.
അപ്പം പിന്നെ ഇവിടെ 4:30 to 8:30 ആണ് പ്രോഗ്രാമിൻ്റെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും 7:30 ആയി സമയം. അപ്പോൾ ലാസ്റ്റ് ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ LED ലൈറ്റിൻ്റെയൊക്കെ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നടക്കുന്നത്. സോയ അസേം ആ സൈഡിൽ ഫേസ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്യൂ ഉണ്ട്. അപ്പോൾ അവരോട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പം നടക്കുന്നത് ഫയർ ഷോ ആണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഷോസൊക്കെ ഏകദേശം ഫിനിഷായി. 4:30 സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. പെരുന്നാളിൻ്റെ 3 ദിവസം ഇവിടെ ഈ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം 4:30 to 8:30 ആണ് അവരുടെ സമയം പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ എത്തിയപ്പോഴേക്കും ഏകദേശം 7:30 ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ 1 hour കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവസാനത്തെ 2 പ്രോഗ്രാമുകൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ, അതുപോലെ തന്നെ ഒരു സൈഡിൽ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നൈറ്റിന് പോകണം. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഏകദേശം 8:45 9 മണിയായി. ഇനി ചെന്ന് ഭക്ഷണം കഴിച്ച് എനിക്ക് റെഡിയായി പോകാനുള്ള സമയമുള്ളൂ. 10 മണിക്കാണ് ഞങ്ങൾക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച്, ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇതാ ഇവർ TV കണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിലെല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ മാത്രം ഡ്യൂട്ടിക്ക് ഇറങ്ങി പോകുമ്പോൾ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു നിവൃത്തിയില്ല പോവാതിരിക്കാൻ. അപ്പോൾ അതാ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ട്, മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ നിവൃത്തിയില്ല, പോയല്ലേ പറ്റൂ. അപ്പോൾ ഇതാണ് ഞങ്ങളെ പെരുന്നാൾ വ്ളോഗ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.